കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടിയുടെ വിവാഹം നടത്തിയത് പ്രായപൂർത്തിയായി എന്ന രേഖകളുടെ അടിസ്ഥാനത്തിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാഹം കേരള സ്റ്റോറി തന്നെയാണ്. പ്രായപൂർത്തിയായോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരള സ്റ്റോറി തന്നെയാണത്. അതിലാണ് ഞങ്ങൾ പോയത്, അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. എന്തിനാ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം പോലീസ് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ കയ്യിൽ അത് തർക്കം ഒന്നുമില്ലെങ്കില്ല. എത്രയൊക്കെയോ കേസ്, ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട്, എത്രയോ കേസ് അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് കേസ് വരുമ്പോൾ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന സൈസുകൾ നമ്മളൊന്ന് ഒക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് പക്വമായ ഇടപെടലാണ്. കേരളത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ട് യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും അച്ഛനും കൂടിയാ പോയത്. അച്ഛൻ കൊടുത്ത രേഖയാണ് അവരുടെ രേഖയെല്ലാം. ആ രേഖകളിലെല്ലാം പ്രായപൂർത്തിയായിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള രേഖ എന്ന് പറയുന്നത് രണ്ടെണ്ണം പ്രധാനമായിട്ടുള്ളത് ആധാറാണ് ഒന്ന്, മറ്റൊന്ന് നമുക്കെല്ലാം അറിയുന്ന പാൻ കാർഡാണ്. ഇതിലൊക്കെ ഒരേ ഡേറ്റാണുള്ളത്. അത് 5ാമത്തെ വയസ്സിലെടുത്ത ആദ്യത്തെ ഈ രേഖയാണുള്ളത് അവരുടെ കയ്യിൽ. ഒക്കെ അവർ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്, എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ രജിസ്ട്രേഷന് വേണ്ടി അവർ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാവരും പരിശോധിച്ചതാണ്. അതിൽ ഞങ്ങൾക്ക് എന്താ തർക്കമുള്ളത്? അതേസമയം കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ ആരോപണവുമായി പെൺകുട്ടിയുടെ പിതാവ് രംഗത്തെത്തി. ഫർമാൻ ഖാൻ സിനിമയിൽ നായികയാക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നും തനിക്കും സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്തെന്നും പിതാവ് പറയുന്നു. ഇൻഡോറിൽ നിന്ന് കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്നതും ഫർമാൻ ഖാനാണെന്നും വിവാഹം നടന്നുവെന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ആ പ്രതികരണങ്ങളിലേക്ക്. मेरी बेटी जब लग रहा है तब लोग हम खाना नहीं खाएंगे, मैं मर जाऊंगी। मेरे पाँव सरकार से ही मदद मांगती कि मेरी बेटी को मेरे पास ला देना चाहिए। तो मुझे पहले से ही मालूम था कि मेरी बेटी नाबालिग है। उन लोगों ने मैं मेरी बेटी के साथ में था तो मेरी वाइफ को कैसे कैसे पटा के फुसला के उन्हें जाली कागज बनवा लिए कि तुम्हारे देश की सरकार है, तुम्हारे को बना के दे देगी, कैसे भी पैर हाथ जोड़े ना बना के कागज़ दे देगी। अब मुझे मालूम नहीं था कि कहाँ से बनाया है। फिर मैंने वाइफ के पास आया कि जो कागज़ बनाया कैसे बनाया गया, तो बोले कोई व्यक्ति आया था, उन्होंने ऐसी राय दी थी कि तुम्हारी बेटी को बहुत बड़ी फिल्म मिलेगी, गाने मिलेगी। പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് FIR-ന്റെ പകർപ്പ് 24 ലഭിച്ചിരുന്നു. ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, നേരത്തെ വിവാഹം നടക്കുന്ന ഘട്ടത്തിൽ പിതാവിന്റെ എതിർപ്പുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പിതാവ് തങ്ങളുടെ ബന്ധത്തെ എതിർക്കുന്നതടക്കം മൊനാലിസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു കൗണ്ടർ പാർട്ട് എന്ന നിലയിൽ മാത്രം കണക്കാക്കിയാൽ മതിയോ? ഇപ്പോൾ ഉള്ള പിതാവിന്റെ പ്രതികരണം എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹേലി, ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് യഥാർത്ഥത്തിൽ എന്താണ് പരാതി ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയാണ് FIR-ന്റെ പകർപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവർ രേഖാമൂലം പോലീസിന് നൽകിയ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നു. അവർ പറയുന്നത് കുംഭമേളയിൽ പോയി പെൺകുട്ടി വൈറലാവുന്നു, കൂടുതൽ പേർ അറിയുന്നു, പെൺകുട്ടിക്ക് സിനിമയിലേക്കും സീരിയലിലേക്കും ഒക്കെ അവസരങ്ങൾ തേടി വരുന്നു. അങ്ങനെ അവസരവുമായി എത്തിയ ആളാണ് ഈ ഫർമാൻ ഖാൻ. അങ്ങനെ ഫർമാൻ ഖാനുമായുള്ള പരിചയം കുടുംബത്തിന് തന്നെയുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശീലനം ഓൺലൈനായി പോലും ഫർമാൻ ഖാൻ നൽകിയിരുന്നു. അങ്ങനെയാണ് ഒരു സിനിമയിൽ റോള് റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു വേഷം തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ വീണ്ടും സമീപിക്കുന്നത്. മകൾക്ക് ലീഡ് റോൾ, ഒരു നായിക റോൾ നൽകും എന്ന് ഫർമാൻ ഖാൻ പറഞ്ഞതായാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. തനിക്കും പിതാവിനും ഒരു റോൾ ഇയാൾ ഉറപ്പ് നൽകിയിരുന്നു, ഒരു കേണലിൻ്റെ വേഷം നൽകാമെന്ന് പറഞ്ഞിരുന്നതായി ഈ പിതാവ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും ഇൻഡോറിൽ നിന്ന് കേരളത്തിലേക്ക് വിമാനമാർഗ്ഗം എത്തിക്കുന്നത്, അതിൻ്റെ ടിക്കറ്റും മറ്റ് ചെലവുകളുമൊക്കെ ഫർമാൻ ഖാനാണ് വഹിച്ചത്. പക്ഷേ കേരളത്തിലെത്തിയതിന് ശേഷം തന്നെ നിർബന്ധപൂർവ്വം പറഞ്ഞയച്ചു. തനിക്ക് തൽക്കാലം ഇപ്പോൾ ജോലിയില്ല എന്ന് പറഞ്ഞ് പിതാവിനെ മടക്കി അയച്ചു. മൊണാലിസെ ഈ പെൺകുട്ടിയെ അവിടെ നിർത്തി എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നീട് ഈ വിവാഹം നടന്നത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു എന്നതാണ് കുടുംബം പറയുന്നത്. ചുരുക്കത്തിൽ തട്ടിക്കൊണ്ടുപോകലാണ് നടന്നത്, തെറ്റിദ്ധാരണ ഉണ്ടാക്കി തട്ടിക്കൊണ്ടുപോയി, തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയി എന്നതാണ് പിതാവ് ആരോപിക്കുന്നത്. രണ്ടാമത്തേത് ഈ പ്രായപൂർത്തിയായി എന്ന തരത്തിലുള്ള രേഖ, ആധാർ അടക്കമുള്ള രേഖകൾ പെൺകുട്ടി വാർത്താ സമ്മേളനത്തിൽ കാണിച്ചതാണ്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നതും അതേ കാര്യം തന്നെയാണ്. രേഖകൾ ഉണ്ടായിരുന്നത് പരിശോധന ശേഷമാണ് ഈ തരത്തിൽ വിവാഹത്തിലേക്ക് പോയത് എന്നതാണ് ആ ഒരു വാദം. പക്ഷേ അതിനെക്കുറിച്ച് കുടുംബം പറയുന്നത് വ്യാജരേഖ ഉണ്ടാക്കി എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. സുഹൈൽ, എന്നാൽ വിവാഹം നടക്കുമ്പോൾ പെൺകുട്ടി ഹാജരാക്കുന്ന രേഖകൾ നോക്കി വെരിഫൈ വരുത്തുക എന്നതിലപ്പുറത്തേക്ക് അതിന്റെ ആധികാരിക പരിശോധിക്കൽ കാര്യമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.